Now it is time to have a welcome speech. Before that, let me thank Mrs. Delta and Mrs. Daisy for the wonderful prayer song. ഈ പ്രോഗ്രാമിന്റെ വിജയത്തിനായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമങ്ങളിൽ നമ്മളെ നയിച്ച നമ്മുടെ തോമസ് ചേട്ടൻ ഇവിടെയുണ്ട്. തോമസ് ചേട്ടനെ ഞാൻ ഹൃദയപൂർവ്വം സ്നേഹത്തിന്റെ ഭാഷയിൽ വെൽക്കം സ്പീച്ചിനായി ക്ഷണിച്ചുകൊള്ളുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മനാം സൃജാമ്യഹം പരിത്രാണയ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പ്രിയമുള്ളവരെ, ഭാരതീയരായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഭഗവത്ഗീത സോങ്ങാണിത്. സന്ദർഭം ഇതാണ്. മഹാഭാരത യുദ്ധം തുടങ്ങുന്ന വേളയിൽ, തുടങ്ങാനിരിക്കുന്ന നിമിഷത്തിൽ അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുകയാണ്. അദ്ദേഹം അങ്ങപ്പുറത്ത് നോക്കി, ഓപ്പോസിറ്റിലുള്ളത് കൗരവപ്പട. അവിടെ തന്നെ പഠിപ്പിച്ചിട്ടുള്ള ദ്രോണാചാര്യര്, ഭീഷ്മാചാര്യര്, കൗരവര്, ദുര്യോധന എല്ലാവരും കണ്ടപ്പോൾ പറയാണ്, ഞാൻ ഈ യുദ്ധം ചെയ്യുന്നില്ല, നിർത്തുകയാണ്. യുദ്ധം ചെയ്ത് ബന്ധുമിത്രാദികളെ കൊന്നൊടുക്കി ഒരു വിജയം എനിക്ക് വേണ്ട. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, നമ്മൾ ഈ കൗരവരോട് 5 രാജ്യങ്ങൾ ചോദിച്ചു, നിങ്ങൾ 5 പേർക്ക് വേണ്ടി തന്നില്ല. 5 സ്ഥലങ്ങൾ തന്നില്ല. 5 ഗ്രാമങ്ങളെങ്കിലും ചോദിച്ചു, എന്നിട്ടും തന്നില്ല. അപ്പോഴും അർജുനൻ പറഞ്ഞു, സാരമില്ല, എനിക്കൊന്നും വേണ്ട. അവിടെ അർജുനൻ ഭഗവാൻ പറയാണ്, എന്തിനാണ് താൻ ഇവിടേക്ക് അവതരിച്ചിരിക്കുന്നത്? തന്റെ അവതാരത്തിന്റെ ലക്ഷ്യം പറയുകയാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ, എപ്പോഴെല്ലാം ധർമ്മത്തിന് ഗ്ലാനിർഭവതി ഭാരത, ഗ്ലാനി സംഭവിക്കുന്നുവോ, ക്ലാസ് സംഭവിക്കുന്നുവോ, കോട്ടം തട്ടുന്നുവോ, അപ്പോഴെല്ലാം അഭ്യുത്ഥാനം അധർമ്മസ്യ, അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് തദാത്മനാം സൃജാമ്യഹം പരിത്രാണയ സാധൂനാം, സാധുക്കളായ മനുഷ്യരെ, നല്ല മനുഷ്യരെ പരിരക്ഷിക്കുവാൻ വേണ്ടി വിനാശായ ദുഷ്കൃതാം, ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ നാശത്തിനു വേണ്ടി ധർമ്മസംസ്ഥാപനാർത്ഥായ, അങ്ങനെ നല്ല മനുഷ്യരെ സംരക്ഷിച്ചുകൊണ്ട് ദുഷ്ടമനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി സംഭവാമി യുഗേ യുഗേ, യുഗങ്ങൾ തോറും ഞാൻ അവതരിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ സന്ദേശം കൊടുത്തുകൊണ്ട് അർജുനനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, യുദ്ധത്തെ തന്നെ സന്നദ്ധനാക്കാണ്. ഈ കവിതാശകലം ഞാൻ പറയാൻ കാരണം, ശ്രീകൃഷ്ണ ഭഗവാൻ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി, ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി, നല്ല മനുഷ്യരെ ഉദ്ധരിക്കുവാൻ വേണ്ടി, ദുർജനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവതരിച്ചതെങ്കിൽ, ഇന്ന് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് മറ്റൊരു ഭഗവാന്റെ പുണ്യദിനമാണ്, ജന്മദിനമാണ്. ശ്രീ യേശു ഭഗവാന്റെ ജന്മദിനം. ആ യേശു ഭഗവാന്റെ മറ്റൊരു മെത്തേഡോളജി, മറ്റൊരു മെത്തേഡാണ് ഉപയോഗിക്കുക. അദ്ദേഹത്തിന്റെ മെത്തേഡ് നേരെ മറിച്ച് സ്നേഹിക്കുക. എന്തുകൊണ്ടാണ്? യു കോൾ ഗോഡ് ആസ് ഫാദർ, മൈ ഫാദർ, അവർ ഫാദർ. എൻ്റെ അപ്പ എന്ന് വിളിക്കുന്നു. എൻ്റെ മക്കളൊക്കെ എന്നെ ഞങ്ങൾ വിളിക്കും, പപ്പ വിളിക്കും. പ്രോമിസുണ്ട്, നിങ്ങളുടെ മക്കൾ വിളിക്കും പപ്പ, മമ്മി എന്ന് വിളിക്കും. അപ്പോൾ അവരൊക്കെ ആരാണ്? ആ മക്കളൊക്കെ they are brothers and sisters, അല്ലേ? they are brothers and sisters. യേശു പറയുകയാണ്, അല്ലെങ്കിൽ യേശു പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ദൈവത്തെ, ഗോഡിനെ അവർ ഫാദർ വിളിക്കുമ്പോൾ നമ്മളെല്ലാം സഹോദരന്മാരാണ്. അപ്പൊ നിങ്ങളൊക്കെ ആരാ ഇവിടെ വന്നിരിക്കുന്നവര്? നമ്മളൊക്കെ ആരാ? we are brothers, we are sisters. പ്രിയമുള്ളവരെ, ആ യേശു ഭഗവാൻ പറയുകയാണ്, വലത് ചേർത്ത് അടിക്കുന്നവന് ഇടത് ചേട് കാണിച്ചു കൊടുക്കുക. ലവ് ഗോഡ് as you love your neighbor as you love yourself. പറയുക മാത്രമല്ല, തന്നെ ആക്രമിക്കുവാൻ വന്ന പട്ടാളക്കാരെ കണ്ടപ്പോഴേ തന്നെ അന്വേഷിക്കാനായിട്ട് പത്രോസ് വാളെടുത്ത് ചെവി ഇറക്കത്തിയാണ്. യേശു പറയുകയാണ്, പത്രോസ് വാൾ അതിന്റെ ഉറയിലിടുക, കാരണം വാളെടുക്കുന്നവൻ വാളാഞ്ഞിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിന്റെ സവിശേഷതാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയാണ്, അധർമ്മത്തിലായ്മ യുദ്ധം ചെയ്യാൻ പറയുമ്പോൾ യേശു പറയുകയാണ്, സ്നേഹിക്കുക, വലതുചേട്ട് അടിക്കുന്ന ഇടതുചേട്ട് കാണിച്ചു കൊടുക്കുക. സ്നേഹിക്കുക, വലതുചേട്ട് അടിക്കുന്ന ഇടതുചേട്ട് കാണിച്ചു കൊടുക്കുക.
പ്രിയമുള്ളവരെ, അപ്രകാരത്തിലുള്ള യേശു ഭഗവാന്റെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട്, പുതുവർഷം ആഘോഷിക്കുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഒത്തിരിയേറെ പേരുണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, ഞങ്ങളുടെ ഈ റൂട്ടിലുള്ള ഒത്തിരിയേറെ പേരുണ്ട്. സ്റ്റേഫിലേജിൽ നിന്നും ബെഡ്ഫോർഡിൽ നിന്നുള്ള ഒത്തിരിയേറെ പേര് ഇവിടെയുണ്ട്. ഒത്തിരിയേറെ വിശേഷപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. ഞാൻ ഉദ്ഘാടനത്തിനായിട്ട് വന്നിട്ടുള്ള രാജേഷുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും സഹോദരന്മാര്. അങ്ങനെയാണെങ്കിൽ ലൂട്ടൻ മലയാളി അസോസിയേഷനുള്ള ഞങ്ങളുടെ സഹോദരന്മാര് എല്ലാവരും കൂടി ഇവിടെ വന്നിരിക്കുന്ന ഓരോ സഹോദരനും ഓരോ സഹോദരിക്കും ഓരോ ക്ഷണിതാക്കൾക്കും ഏറ്റവും ആത്മാർത്ഥമായിട്ട് ലൂട്ടൻ മലയാളി അസോസിയേഷന്റെ പേരിൽ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും 1000 ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. താങ്ക് യു.